ജെ ആർ പത്മകുമാർ ഇന്നലെ തുഷാർ വെള്ളാപ്പള്ളി സാമാന്യവൽക്കരിക്കുന്നുണ്ട്. മുൻകാലങ്ങളിലടക്കം ഭരിച്ച എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട് എന്ന് പറയുകയാണ്. മറ്റുള്ളവർ മോഷ്ടിച്ചതിന്റെ ബാക്കിയാണോ പത്മകുമാർ എടുത്തത് എന്നറിയില്ലല്ലോ എന്നിങ്ങനെ പറയും നിങ്ങളുടെ ഘടകകക്ഷി തുഷാർ വെള്ളാപ്പള്ളി. ഇനി അച്ഛൻ വെള്ളാപ്പള്ളിക്ക് സർക്കാരിൽ പൂർണ്ണ വിശ്വാസമാണ്, കടുത്ത വിമർശനങ്ങൾക്കില്ല. സുകുമാരൻ നായർക്കാവട്ടെ അതിനേക്കാൾ മാർദ്ദവം, പഞ്ചസാര പാലുമുട്ടായി മട്ടിലാണ്, അസാധാരണ സൗമ്യതയിലാണ് പ്രതികരണം. കേരളത്തിലെ പ്രധാനപ്പെട്ട 2 സമുദായ സംഘടനാ നേതാക്കളുടെ ആ സർക്കാർ വിശ്വാസം ആ വിഭാഗത്തിൽപ്പെട്ട വിശ്വാസികളുടെ വിശ്വാസമാണ് അല്ലേ ജെ ആർ? അല്ല, അത് ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിനിധി എന്നുള്ള നിലയിലാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും എല്ലാ കഴിഞ്ഞ കാലങ്ങളിൽ ശബരിമല ക്ഷേത്രവുമായും ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണമെന്ന് തന്നെയാണ്. ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല, പൊതുവിൽ അന്വേഷിക്കണം. ഇതൊരു ഈ ദേവസ്വം ബോർഡും ദേവസ്വം ഭരണവും എല്ലാം ഒരു തിരുട്ടു സംഘം പോലെ ആക്കി മാറ്റിയ ഈ രാഷ്ട്രീയ മേലാളന്മാരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് തന്നെയാണ്. അതിൽ ഞങ്ങളെ NDA കക്ഷികളിലും തന്നെയാണ് ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത്, ഘടകകക്ഷികൾ തന്നെയാണ് ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ കാലങ്ങളിൽ നടന്നത് ഏതെങ്കിലും ഒരു ഡേറ്റ് വെച്ചിട്ട് കട്ട് ഓഫ് ഡേറ്റ് വെച്ചിട്ട് അത് അവിടം വരെ അന്വേഷിച്ചാൽ മതി എന്നുള്ളതല്ല. കേരളത്തിലെ ക്ഷേത്രങ്ങളെ തകർക്കാൻ, വിശ്വാസങ്ങളെ തകർക്കാൻ നടത്തിയിട്ടുള്ള ഈ ശ്രമങ്ങൾ, അതിൽ രാഷ്ട്രീയ ഇടപാടുകൾ, അതിൽ രാഷ്ട്രീയമായി സപ്പോർട്ട് കൊടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണം. അത് സമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. ഈ ഭക്തജനങ്ങളെ ദ്രോഹിച്ചിട്ടുള്ള എല്ലാ നടപടികളും പുറത്തു കൊണ്ടുവരണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇവിടെ പറഞ്ഞു വരുന്നത് ഒരു സാമാന്യവൽക്കരിച്ചിട്ട് ഇതൊരു എല്ലാ കാലത്തും ഇങ്ങനെ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ അവസാനിപ്പിക്കാൻ കഴിയില്ല. എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ടാവും, അതുപോലെ ഉണ്ടാവുള്ളൂ ഇവിടെ എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിനും കാര്യമായ വിമർശനമില്ല, വെള്ളാപ്പള്ളിക്കില്ല, സുകുമാരൻ നായർക്കില്ല, ആർക്കുമില്ല പ്രശ്നം. സുകുമാരൻ നായരൊക്കെ സാധാരണ ഇങ്ങനെയാണോ പ്രതികരിക്കുക ഒരു വിഷയത്തിൽ? അവരോട് അല്ലല്ല, വെള്ളാപ്പള്ളിയോ അല്ല, ഞാൻ ഏതെങ്കിലും സമുദായ നേതാവിൻ്റെ വ്യക്തമായിട്ടല്ല വന്നത്. ഞങ്ങളുടെ ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ള രാഷ്ട്രീയ കക്ഷിയുടെ അതിൻ്റെ നിലപാട് പറയുകയാണ്. ഞങ്ങളുടെ നിലപാട് ഇതാണ്: സത്യസന്ധമായി അന്വേഷിക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിട്ടുള്ള അഴിമതികളെക്കുറിച്ച്, ഈ ക്ഷേത്രക്കൊള്ളയെക്കുറിച്ച്, വിശ്വാസ ദംശനങ്ങൾ നടത്തിയിട്ടുള്ളതിനെക്കുറിച്ച് ഇതൊക്കെ അന്വേഷിക്കണം. അതിൽ യാതൊരു സംശയവുമില്ല. ഏതെങ്കിലും ഒരു സമുദായ സംഘടനകളുടെ അവരുടെ നിലപാട് ഇന്നതാണോ അല്ല എന്ന് പറയാനല്ല ഞാൻ പറഞ്ഞത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാടാണ്. ഇത് കുറ്റാരോപിത എന്നുള്ള നിലയിൽ ഇത് എടുക്കാൻ കഴിയില്ല. വളരെ കാര്യമായി ഹൈക്കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വളരെ ശക്തമായിട്ടൊരു അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ CPM പ്രതിനിധി പറഞ്ഞിട്ടുള്ള SITയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. SITയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. പക്ഷേ SIT നടത്തിയ അന്വേഷണം മൊഴികളുടെ അടിസ്ഥാനത്തിൽ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റിൻ്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുള്ള ചുമതല ഏറ്റെടുത്ത 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അതിൽ അവർക്ക് എതിരെയുള്ള ആരോപണങ്ങൾ മാത്രമാണ്. പക്ഷേ SITയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇരട്ടത്താപ്പാണ്. SITയിൽ നിങ്ങൾ വിശ്വാസമുണ്ട് എങ്കിൽ SIT അന്വേഷണത്തിൻ്റെ ഭാഗമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, മൊഴികളുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്ത ആളുകളെ തള്ളിപ്പറയാൻ അവർ തയ്യാറാകണം. അവർ തയ്യാറാകുന്നില്ല. അവർ പറയുന്നത് കുറ്റാരോപണമാണ്, കോടതി പറയട്ടെ എന്നാണ്. കോടതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വന്നത്. അവർ വെറുതെ ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആരെയും അറസ്റ്റ് ചെയ്തതല്ലല്ലോ. CPMൻ്റെ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായി വന്ന ആളുകളാണ്. ഒരാരും ചില്ലറക്കാരൊന്നുമല്ല. വാസുവിനെ സംബന്ധിച്ചിടത്തോളം, പത്മകുമാറിനെ സംബന്ധിച്ചിടത്തോളം 42 വർഷക്കാലം, നേരത്തെ ഇവിടെ ആരോ സൂചിപ്പിച്ചു, കോൺഗ്രസിനെ പ്രതി സൂചിപ്പിച്ചു, 42 വർഷക്കാലമായിട്ട് CPMൻ്റെ ജില്ലാ കമ്മിറ്റി മെമ്പർ, 32 വർഷക്കാലമായി സെക്രട്ടേറിയറ്റ് മെമ്പറായി പ്രവർത്തിക്കുന്ന ആൾ, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആൾ, MLA ആയിരുന്ന ആൾ, DYയുടെ സംസ്ഥാന നേതാവായിരുന്ന ആൾ ഇത്തരത്തിൽ ഒരു ഭരണ ഭരണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് കൊള്ളയടിക്കാൻ കൂട്ടുനിന്നിട്ടുണ്ട് എങ്കിൽ അതിന് മറുപടി പറയേണ്ടത് അപ്പോയിൻമെന്റ് ചെയ്ത ആളുകളാണ്. ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഇത്തരത്തിന് ഇതിന്റെ നടപടികളുമായി മുന്നോട്ട് പോയ ആളുകളെ തള്ളിപ്പറയും, അവർക്കെതിരെ മാതൃകാപരമായി നടപടി സ്വീകരിക്കാൻ പാർട്ടി തയ്യാറാകണം. തയ്യാറാകണം. അത് ചെയ്യുന്നില്ല. അവരിപ്പോഴും ആരോപണം മാത്രമാണ് പറയുന്നത്. മാത്രമല്ല, പറഞ്ഞോളൂ, പൂർത്തിയാക്കോളൂ. അല്ല, ഇത് ലഘുവായി കാണാൻ കഴിയില്ല. ഇപ്പോഴുള്ള ഭരണ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ള അഴിമതികൾ,
അതേക്കുറിച്ച് അന്വേഷിക്കണം. ഈ കൊള്ള അതിനെക്കുറിച്ച് അന്വേഷിക്കണം. മാത്രമല്ല, ഇപ്പോൾ ഒരു കാര്യം കൂടി ഹാഷ്മി മനസ്സിലാക്കാനുള്ളത്, ഈ ജയിലിൽ കിടന്നുകൊണ്ട് ഈ കസ്റ്റഡിയിൽ വന്നിട്ട് ഇവർ പറഞ്ഞിട്ടുള്ള മൊഴികൾ, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടുന്നുണ്ട്. മാധ്യമങ്ങളിൽ കൂടി പുറത്തു വന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിലുണ്ട്. അവർ പറയുന്ന കാര്യങ്ങൾ മാധ്യമങ്ങളിൽ കൂടി വന്നിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ഇതെവിടെയാണ് ഒറിജിനേറ്റ് ചെയ്തത്? എവിടെയാണ് ആദ്യം ഈ പോറ്റി ആദ്യം അപേക്ഷ കൊടുക്കുന്നത്? ഈ ക്ഷേത്രം അവർ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഇങ്ങനെ മങ്ങിക്കൊണ്ടിരിക്കുന്നു, ഗോപുരം, നമ്മുടെ ദ്വാരപാലക ശില്പങ്ങളുടെ ഭംഗി അല്ലെങ്കിൽ ശോഭ കെട്ടുപോകുന്നു, മങ്ങിപ്പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് അത് ഉടനെ മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം ഈ അപേക്ഷ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു കാര്യം ഒറിജിനേറ്റ് ചെയ്യുന്നത് എവിടെയാ? അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് എന്നാണ് പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.